നമസ്കാരം, സന്ദീപ് മനീഷയാണ്. ഇന്ന് രാവിലെ ജസ്റ്റ് ഒരു ഫിഗറൊക്കെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി രസത്തിന് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഫിഗറിൻ്റെ ഇടയ്ക്ക് ഒരു വിളി വന്നകത്തുന്നു. അപ്പോൾ അനീഷയായിരുന്നു. പെട്ടെന്ന് അകത്തോട്ട് വാ, ഇച്ചിരി ജോലിയുണ്ട് സഹായിക്കാൻ. ഞാൻ പിന്നെ കലിപ്പ് കാണിച്ച് കളഞ്ഞിട്ട് അകത്തോട്ടങ്ങ് പോയി. ഫിഗർ പിന്നെ ആവാമെന്ന് വിചാരിച്ച് അകത്ത് ചെന്നപ്പോൾ എന്താ പുട്ടുണ്ടാക്കാനുള്ള പണിയായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത് ചിരട്ടപ്പുട്ട കേട്ടോ. അപ്പോൾ ചില്ലിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ. അപ്പോൾ അരിപ്പൊടി പുട്ടുപൊടി ഉണ്ട് കേട്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് ഇടിച്ച് അമക്കരുത്, ടൈറ്റായിട്ട് അമക്കി വെക്കരുത്. അങ്ങനെ എല്ലാം ഒരേ സ്പൂണിൽ കോരി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിറച്ച് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അടപ്പെടുത്ത് അടച്ച് വേണ്ട ഇങ്ങനെ അടച്ചിട്ട് സൂക്ഷിച്ച് വേണം. കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. കുക്കറിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആവി വരുന്നതായിരിക്കും. കണ്ട 1 2 3 സ്റ്റാർട്ട്. കണ്ട ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്, അല്ലാതെ ആദ്യമായിട്ടുള്ള ഫുഡല്ലല്ലോ ഇത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് തന്നേ ഉള്ളൂ. എടുത്തിട്ട് പാത്രത്തിലോട്ട് തട്ടാം. കണ്ട തേങ്ങയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് ആവിക്കകത്ത് കയറി. വേണ്ട കേട്ടോ, സൂപ്പർ പാളന്തോടം പഴമുണ്ട്. കണ്ട ഇതൊരു ഡിസ്പ്ലേക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. ചെയർ കൊണ്ട് വെച്ചിട്ട് വേണ്ട ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പഴം ഉണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി പഞ്ചസാര ഞങ്ങളുടെ അച്ഛനും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മോളച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മോളാണ് പഞ്ചസാര ഇട്ടത്. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു പഴം എടുക്കുക. നല്ല ചൂട് പുട്ടും ചൂട് തേങ്ങ വെന്തത് കൂടെ ഞെവിടി. പപ്പടമില്ലായിരുന്നു, അല്ലെങ്കിൽ അതും കൂടെ കൊള്ളായിരുന്നു. പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചെമ്പാ പുട്ടുപൊടിയാണ് ഞങ്ങൾ എടുത്തത്. കഴിച്ച സൂപ്പർ കേട്ടോ, അടിപൊളി. നിങ്ങളും ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും വന്ന് പുട്ട് തിന്നിട്ട് ഫിഗറൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ പുട്ട് നിന്നിട്ട് ഫിഗർ ചെയ്ത് ഞാൻ പക്കയാണെന്നാണ് എല്ലാവരും പറയുന്നത്. മുടിയൊക്കെ വാരിയിട്ട് ഓക്കെ. ഫിഗർ ത്യാഗരാജൻ്റെ ഫിഗറാണെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയണം. തള്ളി മറി പുട്ട് നിന്നതിൻ്റെ തള്ളു കണ്ടോ, അങ്ങനെയുണ്ട്. സൂപ്പറല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഫിഗർ വിടുന്നില്ലല്ലോ പുള്ളിക്കാരൻ, എഴുന്നേറ്റ് പോകണ്ടേ? എന്നാൽ ഇനി ഒന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റ.